SK ചാനലിലേക്ക് സ്വാഗതം. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സേവന വേതന കാര്യങ്ങൾ യഥാസമയം രേഖപ്പെടുത്തി വെക്കുന്ന രജിസ്റ്ററാണ് സർവീസ് ബുക്ക്. നിലവിൽ 2 തരത്തിലുള്ള സർവീസ് ബുക്കുണ്ട്. ഫിസിക്കൽ സർവീസ് ബുക്കും ഉണ്ട്, ഇ സർവീസ് ബുക്കും ഉണ്ട്. സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെ സർവീസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഓഫീസ് മേധാവിയാണ് തൻ്റെ കീഴിലുള്ള ജീവനക്കാരുടെ സർവീസ് ബുക്കിൽ സർവീസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർക്കുന്നത്. ഇൻക്രിമെൻറ്റ്, പ്രൊമോഷൻ, ലീവ്, ഡിഡക്ഷൻ്റെ പോളിസി, നോമിനേഷൻ്റെ പേര്, എല്ലാ കാര്യങ്ങളും തന്നെ ബന്ധപ്പെട്ട ഓഫീസ് മേധാവികളാണ് ആ ഓഫീസിൻ്റെ കീഴിലുള്ള ജീവനക്കാരുടെ സർവീസ് എൻട്രി ഫിസിക്കൽ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. ഈ ഫിസിക്കൽ സർവീസ് ബുക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു ജീവനക്കാരൻ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ പ്രസത്തിലൂടെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് അതിൻ്റെ പ്രൊപ്പോസലും ഫിസിക്കൽ സർവീസ് ബുക്കുമായിട്ടാണ് AGയിലേക്ക് പെൻഷന് വേണ്ടിയിട്ട് അയക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെ എല്ലാം ശമ്പളം സ്പാർക്ക് സോഫ്റ്റ്വെയറിലൂടെയാണ്. അങ്ങനെ സ്പാർക്ക് സോഫ്റ്റ്വെയറിലൂടെ എല്ലാ ഡേറ്റാസും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തുടർന്നും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. GOP നമ്പർ 118/2021, തീയതി 17/8/2021. ധനകാര്യ വകുപ്പ് ഇറക്കിയ ഉത്തരവാണ്, വളരെ നിർണായകമാണ്. GOP 118/2021, തീയതി 17/8/2021. ആ ഉത്തരവിൽ പറയുന്നത് ഇതാണ്: 1/1/2021 മുതൽ സർവീസിൽ കയറിയവർക്ക് അല്ലെങ്കിൽ സർവീസിൽ പ്രവേശിച്ചവർക്ക് ഈ സർവീസ് ബുക്ക് നിർബന്ധമാണ്. GOP നമ്പർ 118/2021 17/8/2021 ഇറക്കിയ സർക്കാർ ഉത്തരവ് ഉദ്യോഗസ്ഥരെ 3 കാറ്റഗറിയായിട്ട് തിരിക്കുന്നു. കാറ്റഗറി എ, 1/1/2021 മുതൽ സർവീസിൽ കയറിയ ജീവനക്കാർ. 1/1/2021 മുതൽ സർവീസ് കയറിയ ജീവനക്കാർക്ക് ഈ സർവീസ് ബുക്ക് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. ഫിസിക്കൽ സർവീസ് ബുക്ക് ആധികാരിക രേഖയല്ല. ഇങ്ങനെ ഈ കൂട്ടർക്ക് അത് പരിഗണിക്കുകയില്ല. എന്നാൽ കാറ്റഗറി ബി പറയുന്നു, 31/12/2023 അതിനു മുമ്പോ സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് ഫിസിക്കൽ സർവീസ് ബുക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യണം. ഫിസിക്കൽ സർവീസ് ബുക്ക് നിർബന്ധമാണ്. കാറ്റഗറി സി പറയുന്നു, മുകളിൽ പറഞ്ഞ കാറ്റഗറി എയിലും കാറ്റഗറി ബിയിലും പറയാത്തവർ, അതായത് 1/1/2021 മുമ്പ് സർവീസിൽ കയറിയവരും 31/12/2023 ശേഷം വിരമിക്കുന്നവരും ഫിസിക്കൽ സർവീസ് ബുക്കും ഈ സർവീസ് ബുക്കും ഒരുപോലെ തയ്യാറാക്കേണ്ടതാണ്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതായത് 1/1/2021 ശേഷം സർവീസ് കയറിയ എല്ലാവർക്കും ഈ സർവീസ് ബുക്ക് നിർബന്ധമാണ്, ഫിസിക്കൽ സർവീസ് ബുക്ക് വേണ്ട. രണ്ടാമതായി, 1/1/2021 മുമ്പ് സർവീസിൽ കയറിയവരും ഇപ്പോൾ സർവീസിൽ തുടരുന്നവരുമായ ജീവനക്കാരല്ലേ അധ്യാപകരും, അവർക്ക് ഫിസിക്കൽ സർവീസ് ബുക്കും അതോടൊപ്പം തന്നെ ഈ സർവീസ് ബുക്കും രണ്ടും ഒരുപോലെ തന്നെ തയ്യാറാക്കേണ്ടതാണ്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണെന്നാണ് ഉത്തരവ് വ്യക്തമാക്കുന്നത്. ഫിസിക്കൽ സർവീസ് ബുക്ക് ഓഫീസ് മേധാവിയുടെ നിയന്ത്രണത്തിലും സംരക്ഷണയിലുമായിരുന്നുവെങ്കിൽ ഈ സർവീസ് ബുക്ക് ഏത് സമയവും ജീവനക്കാരന് പരിശോധിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഈ സർവീസ് ബുക്ക് ജീവനക്കാരന് നോക്കണമെങ്കിൽ സ്പാർക്കിലെ ഇൻഡിവിജ്വൽ ലോഗിനിലൂടെ മാത്രമാണ് ജീവനക്കാരന് കാണാൻ കഴിയൂ. അതുകൊണ്ട് എല്ലാ ജീവനക്കാരും സ്പാർക്കിൽ ഇൻഡിവിജ്വൽ ലോഗിൻ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ലഭിച്ചാൽ ഏത് നിമിഷവും നിങ്ങളുടെ സർവീസ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് കാണാനായിട്ട് ഈ സർവീസ് ബുക്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്, പരിശോധിക്കാവുന്നതാണ്. എന്നാൽ അതിൽ എൻട്രി വരുത്താനോ എഡിറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് അധികാരമില്ല, സാധിക്കുകയുമില്ല. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ലോഗിൻ രജിസ്റ്റർ ചെയ്യാത്തവർ ഉടനെ തന്നെ വ്യക്തിഗത ലോഗിൻ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ലഭ്യമാണ്.
സ്പാർക്കിൽ വ്യക്തിഗത ലോഗിൻ വഴി എങ്ങനെ ഈ സർവീസ് ബുക്ക് നോക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം സ്പാർക്ക് യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വ്യക്തിഗത ലോഗിനിലൂടെയാണ്. അതിനുശേഷം സർവീസ് മാറ്റേഴ്സിൽ ഈ സർവീസ് ബുക്ക് എന്നുള്ള ഓപ്ഷനിൽ ആദ്യത്തേത് വ്യൂ ഈ സർവീസ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി വരും, എംപ്ലോയി നെയിം വരും, ഓഫീസ് വരും, ഇംഗ്ലീഷ് ഓർ മലയാളം. ഇംഗ്ലീഷ് ഗോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്ലീസ് വെയിറ്റ് എന്നുള്ള ഒരു മെസ്സേജോടുകൂടി നോ നോട്ട്സ് ഫൗണ്ട് അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കും. അല്പസമയത്തിന് ശേഷം ക്ലിക്ക് ഹിയർ ആഫ്റ്റർ സർവീസ് ബുക്ക് ജനറേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളുടെ സർവീസ് ബുക്ക് ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഏത് പേജ് വേണമെങ്കിലും നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ് വേണമെങ്കിൽ നെക്സ്റ്റ് പേജിലേക്ക് പോകാം, പ്രീവിയസ് പേജ് വേണമെങ്കിൽ പ്രീവിയസ് പേജിലേക്ക് പോകാം, ലാസ്റ്റ് പേജ് വേണമെങ്കിൽ ലാസ്റ്റ് പേജിലേക്ക് പോകാം, ഫസ്റ്റ് പേജിലേക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പേജിലേക്ക് പോകാം. ഇനി അതല്ല, നേരെ നമുക്ക് പോകണമെങ്കിൽ ഈ സർവീസ് ബുക്കിൻ്റെ ലാസ്റ്റ് ഒരു പേപ്പർ മടക്കി വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് പേജ് കിട്ടും. ആ ഇൻഡെക്സിലെ ഡീറ്റെയിൽസ് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എല്ലാം ചെക്ക് ചെയ്യണമെങ്കിൽ ഓരോ പേജിലൂടെയും കടന്നു പോകണം. പ്രത്യേകിച്ച് എന്തെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ ആ ബന്ധപ്പെട്ട പേജ് ക്ലിക്ക് ചെയ്താൽ ആ പേജ് തന്നെ തെളിഞ്ഞു വരുന്നതാണ് എന്നുള്ള കാര്യം ഓർക്കുക. തുടർന്ന് ഈ സർവീസ് ബുക്ക് ഓരോ പേജ് വെച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുക. ഒരു ജീവനക്കാരൻ്റെ ഈ സർവീസ് ബുക്കാണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നത്. ഫ്രണ്ട് പേജിൽ ജീവനക്കാരൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കും പ്രിൻ്റഡായിട്ട്. തുടർന്ന് ഇൻഡെക്സ് പേജാണ്. ഏത് പേജിലെ ഡേറ്റാസാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് മുൻപോട്ട് സെലക്ട് ചെയ്ത് മുൻപോട്ട് പോകാവുന്നതാണ്. ഒന്നാമത്തെ പേജിൽ ജീവനക്കാരൻ്റെ ഫോട്ടോ, അതോടൊപ്പം തന്നെ പേര്, പെൻ നമ്പര്, NPS നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാമിലി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. സ്പാർക്കിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചാണ് ഇവിടെ എൻട്രി ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ DDOയെ രേഖാമൂലം അറിയിക്കുക. അദ്ദേഹത്തിന് മാത്രമേ സ്പാർക്കിലൂടെ ഇത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ. തുടർന്ന് രണ്ടാം പേജിൽ ആധാർ നമ്പർ, പാൻ നമ്പർ, ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ജീവനക്കാരൻ്റെ സിഗ്നേച്ചർ ഉൾപ്പെടെ സ്കാൻ ചെയ്ത് അവിടെ വന്നിട്ടുണ്ട്. മൂന്നാം പേജിലേക്ക് പ്രവേശിക്കുമ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് അവിടെ ക്ലിയറായിട്ട് വരുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ കൊടുത്തിരിക്കുന്നത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നാലാം പേജിൽ ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ്, പ്രീ സർവീസ്, ഇൻ സർവീസ്, ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസ്ഫർ എന്നുള്ള പേജാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അഞ്ചാം പേജിൽ ഡീറ്റെയിൽസ് ഓഫ് അവാർഡ്സ്, എന്തെങ്കിലും അവാർഡോ നേട്ടങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. ദെൻ ആറാം പേജ് പാർട്ട് സിയിലാണ് ഫാമിലി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ആ ഫാമിലി ഡീറ്റെയിൽസ് ശരിയാണോ, എല്ലാവരുടെയും ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം ക്ലിയർ ആയിരിക്കേണ്ടതാണ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വിവരം DDOയെ അറിയിച്ച് എൻട്രി ചെയ്യേണ്ടതാണ്. എല്ലാവരുടെയും തന്നെ ആധാർ നമ്പർ എൻട്രി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഏഴാം പേജിൽ വരുന്നത് അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്തു, ഏത് അപ്പോയിൻമെൻറ്റ് അതോറിറ്റിയാണ്, ഓർഡർ നമ്പർ എത്രയാണ്, സ്കെയിൽ ഓഫ് പേ എന്താണ് എന്നുള്ള കാര്യമൊക്കെ സ്പാർക്കിൽ നിന്നും ആ ഡേറ്റാസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഓൾറെഡി പ്രിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. തുടർന്ന് എട്ടാം പേജിൽ ഈ വേക്കൻസിയിൽ വർക്ക് ചെയ്തു അല്ലെങ്കിൽ ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിനെ സംബന്ധിച്ചാണ്. ഡീറ്റെയിൽസ് ഓഫ് റെഗുലറൈസേഷൻ, അതായത് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എന്നാണെന്നുള്ള ഡേറ്റ് അവിടെ എൻട്രി ചെയ്യപ്പെട്ടിട്ടുണ്ട്. റെഗുലറൈസേഷനും ഉണ്ട്, ഓർഡർ നമ്പർ എല്ലാം അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഡീറ്റെയിൽസ് ഓഫ് പ്രൊബേഷൻ, 10ാം പേജിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, എന്നാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത്, ആരാണ് ഡിക്ലെയർ ചെയ്തത്, അതെല്ലാം സ്പാർക്കിലൂടെ എൻട്രി ചെയ്യേണ്ടതാണ്. ഡീറ്റെയിൽസ് ഓഫ് നോമിനേഷനാണ്. DCRG ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി, ഇത് NPSകാർക്ക് ബാധകമല്ല, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. നോമിനേഷൻ ഫോർ ഫാമിലി ബെനിഫിറ്റ് സ്കീമുണ്ട്, അത് ഫാമിലി ലൈഫ് അവിരിയേഴ്സ് ഓഫ് പെൻഷനും ഉണ്ട്. തുടർന്ന് ഡീറ്റെയിൽസ് ഓഫ് GPF, അതായത് ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് GPFും എയ്ഡഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് കേരള എയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അതിൻ്റെ അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അക്കൗണ്ട് നമ്പറും സ്പാർക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഈ സർവീസ് ബുക്കിൽ എൻ്റർ ചെയ്യപ്പെടുന്നതാണ്. തുടർന്ന് നോമിനേഷൻ ഫോർ ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ നോമിനേഷൻ ആരെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സ്പാർക്കിലൂടെ.
ദെൻ GIS SLI ഇതിൻ്റെ രണ്ടിൻ്റെ നോമിനേഷനാണ് പേജ് നമ്പർ 14 കാണാനായിട്ട് സാധിക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ് ആണ് 15. ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും സർവീസ് ബുക്കിൽ. ഈ സർവീസ് ബുക്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെഡിസിപ്പ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യപ്പെടും. ദെൻ 17ാമത്തെ ഡീറ്റെയിൽസ് ഓഫ് അലവൻസ്, എന്തെങ്കിലും അലവൻസോ മറ്റോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ റിക്കവറി ഉണ്ടെങ്കിലാണ് 18ാമത്തെ പേജിൽ എൻ്റർ ചെയ്യപ്പെടുക. 19ാമത്തെ പേജിൽ എന്തെങ്കിലും ജീവനക്കാരൻ ലോണോ അഡ്വാൻസോ എന്തെങ്കിലും എടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എന്തെങ്കിലും അഡ്വാൻസ് കൺവെൻസ് അലവൻസോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ആ പേജ് ബാധകമായിരിക്കുക. 21ാം പേജിൽ LTC ലീവ് ട്രാവൽ കൺസെഷൻ, അതിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതുമായിട്ട് ബന്ധപ്പെട്ട LTC ആയിട്ട് ബന്ധപ്പെട്ടതാണ് പേജ് നമ്പർ 21 വരുന്നത്. അതോടൊപ്പം തന്നെ 22ാമത്തെ പേജിൽ ക്വാളിഫയിങ് സർവീസ്, പ്രീവിയസ് ക്വാളിഫയിങ് സർവീസ് എന്നുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യപ്പെടും. 23ാമത്തെ പേജിൽ ഡയസ്നോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓൾറെഡി രേഖപ്പെടുത്തിയിരിക്കും. പീരീഡ് ഓഫ് അൺഓതറൈസ്ഡ് ആബ്സെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പേജ് നമ്പർ 24 പ്രസൻറ്റ് ചെയ്യപ്പെടുന്നതാണ്. 25ാമത്തെ പേജിൽ ഫോറിൻ സർവീസിൽ രേഖപ്പെടുത്തുന്നതാണ്. 26ാമത്തെ പേജിൽ ഹിസ്റ്ററി ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സർവീസ് ആണ്. തുടർന്ന് ഹിസ്റ്ററി ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സർവീസ് ഹയർ അതോറിറ്റി നമ്മളുടെ സർവീസ് വെരിഫൈ ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടെ സ്പാർക്കിലൂടെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തുന്നതാണ്. ഹിസ്റ്ററി ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സർവീസ് ആദ്യത്തേത് മാത്രമേ ഇവിടെ എൻ്റർ ചെയ്യപ്പെടും, വെരിഫൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് എൻ്റർ ചെയ്യപ്പെടുന്നതാണ്. 29 ഹിസ്റ്ററി ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സർവീസ് ആണ്. തുടർന്ന് സർവീസ് ഹിസ്റ്ററി ബേസ്ഡ് ഓൺ ട്രാൻസ്ഫറിൻ്റെ ഹിസ്റ്ററി, സർവീസ് ഹിസ്റ്ററി ബേസ്ഡ് ഓൺ പ്രൊമോഷൻ്റെ ഡീറ്റെയിൽസ്, ഇൻക്രിമെൻ്റ് ഡീറ്റെയിൽസ്, തുടർന്ന് പ്രൊമോഷൻ റിവേർഷൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ്. തുടർന്ന് CTC ലീവിൻ്റെ ഡീറ്റെയിൽസ് വരുന്നു. അതിനുശേഷം ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് തുടർന്നുള്ള പേജിൽ വരുന്നു. പേജ് നമ്പർ 30 ഡിസിപ്ലിനറി ആക്ഷനെ സംബന്ധിച്ചുള്ള രേഖപ്പെടുത്തലുകളുണ്ടാകും. ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ഉണ്ടെങ്കിൽ പേജ് നമ്പർ 37 എൻ്റർ ചെയ്യപ്പെടും. ദെൻ തുടർന്ന് ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി ഇതുപോലെ ആവശ്യമായിട്ടുള്ള ജീവനക്കാരനെ സംബന്ധിച്ച് ബാധകമായിട്ടുള്ള ഡീറ്റെയിൽസ് ഓട്ടോഫില്ലായിട്ട് നേരെ ഈ സർവീസ് ബുക്കിൽ എൻ്റർ ചെയ്യപ്പെടും. സർക്കാർ ജീവനക്കാരും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിസിക്കൽ സർവീസ് ബുക്കാണെങ്കിൽ DDOയ്ക്ക് ഏതെങ്കിലും ഒരു എൻട്രി വിട്ടുപോയിട്ടുണ്ടെങ്കിലും പിന്നീട് കൂട്ടിച്ചേർക്കാവുന്നതാണ്. എന്നാൽ ഈ സർവീസ് ബുക്കാണെങ്കിൽ അത് സാധ്യമല്ല. സ്പാർക്കിൽ കൊടുക്കുന്ന ഡാറ്റാസിനനുസരിച്ചാണ് ഈ സർവീസ് ബുക്കിൽ ഓട്ടോഫില്ലായിട്ട് ഡാറ്റാസ് വരുന്നത്. അതുകൊണ്ട് എല്ലാ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്പാർക്കിലെ അപ്ഡേഷൻ നിർബന്ധമായിട്ടും പൂർത്തീകരിക്കേണ്ടതാണ്. ഇടയ്ക്ക് ജീവനക്കാർ ഈ സർവീസ് ബുക്ക് എടുത്ത് ചെക്ക് ചെയ്യുകയും എന്തെങ്കിലും വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട DDOമാരെ വിവരം അറിയിച്ച് അപ്ഡേഷൻ പൂർത്തീകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. KSR, KER, സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ ഗുരുകുല എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.